ഹലോ ഗൈസ്, അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വിളക്കെല്ലാം കത്തിച്ചേച്ച് ചന്ദൻ തിരിയെല്ലാം തെളിയിച്ച് ഇവിടെ എന്താ നടക്കുന്നത്. ഇത് മലബാർ മേഖലകളിൽ മാത്രം കണ്ടുവരുന്നതാണെന്നാണ് തോന്നുന്നത്. പയറ്റുകുറി എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇപ്പം സാമ്പത്തികമായിട്ട് ആവശ്യം വരുന്ന സമയത്ത് 3-4 വർഷത്തിനുള്ളിൽ ഇതിങ്ങനെ നടത്തും ഈ പയറ്റുകുറി. അതിൽ നമുക്ക് ഇപ്പം നമ്മൾ കൊടുത്തത് 1000 രൂപയാണെങ്കിൽ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്തവർ നമുക്ക് തരുന്നത് അതിലും ഇരട്ടിയായിരിക്കും, 2000 തരും. അതുപോലുള്ളൊരു പയറ്റുകുറിയാണ്. അപ്പോൾ ഈ പയറ്റുകുറി നടത്തുക ഒന്നെങ്കിൽ ഈ പയറ്റ് നടത്തുന്ന ആളുടെ വീട്ടിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ കടകളിൽ വെച്ചിട്ട്. എന്തിനാന്ന് വെച്ചാൽ പയറ്റ് നടത്തുന്ന സമയത്ത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഭക്ഷണം ഏർപ്പാട് ചെയ്യും. അപ്പോൾ ഈ ഭക്ഷണം ഇവിടെ ഇപ്പോൾ ഉള്ളത്, ഇതിപ്പോൾ എൻ്റെ അമ്മേൻ്റെ ഏട്ടൻ്റെ പയറ്റാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് പൊറാട്ട, പിന്നെന്താ ബ്രെഡ്, നെയ്പത്തൽ, പിന്നെ ചിക്കൻ കറി, പിന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വെജും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പയറ്റിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഈ പയറ്റ് നടക്കുക ഉച്ചയ്ക്ക് ശേഷമാണ്. ഉച്ചയ്ക്ക് ശേഷം തൊട്ട് ഒരു രാത്രി ഒരു 10 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ പൈസ ഇനിയിപ്പോൾ അടുത്ത വർഷം ഇപ്പോൾ ഈ ആൾക്ക് ഇത്ര കൊടുക്കണം നമുക്ക് എങ്ങനെ മനസ്സിലാവാന്ന് വിചാരിക്കുന്നില്ലേ? അത് നമ്മളിങ്ങനെ ഒരു ബുക്കിൽ കണക്ക് എഴുതി വെക്കും. ഇന്നയാൾ ഇത്ര പൈസ തന്നു, ഇന്നയാൾ ഇത്ര പൈസ തന്നു. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ, നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ ബഹളങ്ങൾ കേൾക്കുന്നില്ലേ? അതല്ല ഈ പയറ്റിൻ്റെ ബഹളങ്ങൾ. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ട് പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്.